നമസ്കാരം. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ നിരന്തരം ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് 140-ലധികം കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഭരണഘടനയുടെ പവിത്രത കാത്തുസൂക്ഷിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എത്രയും വേഗത്തിലാക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ചുവടുവയ്പ്പുകൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങളും ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് എന്നും മോദി പറഞ്ഞു. രാജ്യത്തിന് ആവശ്യം നല്ല പ്രതിപക്ഷമാണ്. ഉത്തരവാദിത്വ ബോധമുള്ള പ്രതിപക്ഷമാണ് വേണ്ടത്. ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കും വിധത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് പ്രതിപക്ഷം പ്രവർത്തിക്കുമെന്ന് താൻ കരുതുന്നതായും മോദി പറഞ്ഞു. അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിന് മേൽ വീണ കളങ്കമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജൂൺ 25-ന് ജനാധിപത്യത്തിന് മുകളിൽ വീണ കളങ്കത്തിന് 50 വർഷം തികയുകയാണ്. ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായി നിരസിക്കപ്പെട്ടതും ഓരോ ഭാഗവും കീറി മുറിക്കപ്പെട്ടതുമായ ആ കാലം പുതുതലമുറ ഒരിക്കലും മറക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് രാജ്യം ഒരു തടവറയായി മാറി. ജനാധിപത്യം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ടു. നമ്മുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് 50 വർഷം മുൻപുണ്ടായ ഇത്തരമൊരു കാര്യം രാജ്യത്ത് ആവർത്തിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന തീരുമാനം രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി 100-ലധികം കർമ്മ പദ്ധതികൾ തയ്യാറായി വരുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു. അടുത്ത 100 ദിവസം രാജ്യത്തെ ശാക്തീകരിക്കാനുള്ള പദ്ധതികളുടെ ആദ്യ ഘട്ടമാണ് നടക്കുന്നത്. സർക്കാരിനൊപ്പം പ്രതിപക്ഷവും പങ്കുചേർന്ന് ആ ഒരു ദൗത്യത്തിന് വിജയം സമ്മാനിക്കണമെന്നും നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും തർക്കങ്ങളും ഒക്കെയുണ്ടാകാം. പക്ഷേ ഒന്നായി ചേർന്ന് ജനാധിപത്യ സംവിധാനത്തെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്താനുള്ള നീക്കം എല്ലാ സഭാംഗങ്ങളും കൈവരിക്കണം എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ നമുക്ക് പുരോഗതിയിലേക്ക് നയിക്കണം. രാജ്യം 3ാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി മാറാൻ ഒരുങ്ങുകയാണ്. സമസ്ത മേഖലകളിലും വികസനത്തിൻ്റെയും പുരോഗതിയുടെയും വിത്തുകൾ നട്ട് അവ ഫലവൃക്ഷങ്ങളായി മാറുന്നത് നമുക്ക് കാത്തിരിക്കാം എന്ന കാര്യവും പ്രധാനമന്ത്രി പ്രതീക്ഷാനിർഭരമായി തന്നെ പറഞ്ഞു. അംഗങ്ങളായി തെരഞ്ഞെടുത്ത ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. രാജ്യത്തിനു വേണ്ടിയും നിങ്ങളുടെ നാടിനു വേണ്ടിയും പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം നിങ്ങൾ നന്നായി വിനിയോഗിക്കണമെന്നും പ്രാദേശിക വികസനം, ഗ്രാമവികസനം തുടങ്ങിയ മേഖലകളിൽ എംപിമാർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ഗ്രാമങ്ങളും ജില്ലകളും സംസ്ഥാനങ്ങളും വികസിച്ചാൽ മാത്രമേ രാജ്യം വികസിക്കുകയുള്ളൂ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നമുക്കൊത്തൊരുമിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാം. രാജ്യം സീമകളില്ലാത്ത വികാസത്തിലേക്ക് ഉടൻ തന്നെ എത്തിപ്പെടും എന്ന പ്രതീക്ഷയും പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു.